തൻ്റെ പ്രവൃത്തി മറ്റു മക്കൾ അനുസരിക്കാതിരിക്കെ ഈ ഒരു പുത്രൻ മാത്രം, തൻ്റെ കനിഷ്ഠപുത്രൻ, കനിഷ്ഠപുത്രൻ മാത്രം അനുഷ്ഠിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിൽ നിന്ന് അദ്ദേഹം നീ എന്നിൽ നിന്ന് ആവശ്യമുള്ള വരങ്ങളൊക്കെ വരിച്ചുകൊള്ളുക പുത്ര എന്ന് പറഞ്ഞു. ആദ്യത്തേത് അമ്മയെ ജീവിപ്പിക്കണമെന്നാണ്. അദ്ദേഹം അത് പുഞ്ചിരിയോടുകൂടി സമ്മതിച്ചു. രണ്ടാമത്തേത് ഞാൻ വെട്ടിക്കൊന്നു എന്ന വിവരം അമ്മയ്ക്ക് ഒരിക്കലും ഓർമ്മയിലുണ്ടാകരുതെന്നാണ്. മൂന്നാമത്തേത് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആയോധന വിദഗ്ധനാവണമെന്നതാണ്, യുദ്ധവിദഗ്ധൻ. അഞ്ചാമത്തേത് എനിക്ക് ദീർഘായുസ് വേണമെന്നതാണ്. ഇങ്ങനെ 4 വരങ്ങൾ ചോദിച്ചു. അപ്പോൾ മറ്റ് മക്കളെക്കാൾ മഹാബുദ്ധിമാനായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല സ്വാർത്ഥനുമായിരുന്നു. എന്താ ദീർഘായുസ് ചോദിച്ചോട്ടോ? ദീർഘായുസ് ചോദിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഈ പ്രോഗ്രാമൻ വാൽമീകിയുടെ സൃഷ്ടിയല്ലേ, വ്യാസന്റെ അല്ലല്ലോ. വാൽമീകിയുടെ സൃഷ്ടിയല്ലേ, രാമായണത്തിലുണ്ടല്ലോ. ഉണ്ട്. അതിനെന്താ? വ്യാസന്റെ സൃഷ്ടിയല്ലല്ലോ. അല്ലെന്നേ, അതുകൊണ്ടെന്താ പറയുന്നു. അതെന്താ അങ്ങനെ അല്ലാതെ അവൻ കാരണം ചിരഞ്ജീവി ആയതുകൊണ്ടാണ്. രാമായണ കാലത്തോട് ഇദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നിർത്തിയില്ലല്ലോ. ഇല്ല, രാമായണ കാലത്തിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നല്ലോ. അമ്മയെ കൊന്നതും ജീവിപ്പിച്ചതും ഒക്കെ അദ്ദേഹം ഇതിലേക്കെടുത്ത് പഴയ കഥ പറഞ്ഞു കൊടുക്കും. അത്രേ ഉള്ളൂ. ഇത് പഴയ കഥയെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. രണ്ട് മഹാഭാരതത്തിൻ്റെ കാലത്ത് സംഭവിച്ചു എന്നല്ല ഇത് പറയുന്നത്. പഴയ സംഭവം കേൾക്കണമെന്ന് പരശുരാമൻ്റെ ചരിതം കേൾക്കണം. പരശുരാമൻ്റെ ചരിതം കേൾക്കുന്നത് പാപഹരമാണെന്നാണ്. അപ്പോൾ എന്ത് പാപം ചെയ്തിട്ടുള്ള ആളുകളും പരശുരാമൻ്റെ ചരിതം കേൾക്കുന്നവരുടെയെല്ലാം പാപം പോകും. പിന്നീട് പുതിയതായിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി. അല്ല, ഇതിലും വലിയൊരു പാപം ഇല്ലല്ലോ. അമ്മയെ കൊല്ലുന്നതിലും വലിയൊരു പാപമില്ല. അപ്പം അമ്മയെ കൊന്നതിൻ്റെ പാപം അദ്ദേഹം അമ്മയെ ജീവിച്ചപ്പോൾ പരിഹരിച്ചു. അപ്പോൾ അച്ഛനെ പ്രീതിപ്പെടുത്തി. അമ്മയ്ക്ക് ജീവഹാനി വന്നതുമില്ല. അച്ഛൻ്റെ വാക്ക് കേൾക്കായിക അന്ന് വലിയ പാതകങ്ങളിൽ ഒന്നായിട്ടാണ് വച്ചിരുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭീഷ്മർ ചാടി കുതിരപ്പുറത്ത് കയറി പോയത്, തേരോടിച്ച് പോയത്. ദാശൻ്റെ കാട്ടിലെ ഭവനത്തിലേക്ക് അവിടെ അച്ഛൻ വാക്ക് പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ ഉള്ളിൽ ആഗ്രഹമിരിക്കുന്നു എന്ന് മനസ്സിലായതേ ഉള്ളൂ. അത് സാധിച്ചു കൊടുക്കുകയാണ് മകൻ്റെ പ്രധാനമായ കർത്തവ്യം എന്ന തെറ്റിദ്ധാരണയിലാണ്. അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എപ്പോഴാണ്? അച്ഛൻ്റെ ആഗ്രഹം ധാർമ്മികമായിരിക്കണം, അച്ഛൻ്റെ ആഗ്രഹം ശരിയായിരിക്കണം, അച്ഛൻ്റെ ആഗ്രഹം മറ്റൊന്നിനും വിരുദ്ധമാവരുത്, അച്ഛൻ്റെ ആഗ്രഹം സാന്ദർഭികമായിരിക്കണം, അച്ഛൻ്റെ ആഗ്രഹം കാലത്തിന് യോജിക്കുന്നതായിരിക്കണം. രാമായണത്തിൽ പറയുന്നുണ്ട് അനാജ്ഞപ്തമെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ശന്തനുവിന് പുത്രന്മാരുണ്ടായി, 8 പുത്രന്മാരുണ്ടായി. ആ 8ാമത്തെ പുത്രൻ ജീവിച്ചു നിൽക്കുന്നു. മറ്റ് 7 പുത്രന്മാർ കാലഗതി പ്രാപിക്കുകയും ചെയ്തു ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടുന്നതിന് വേണ്ടി. അപ്പോൾ രാജ്യം ഭരിക്കാൻ ആളുണ്ട്. രാജാക്കന്മാർക്ക് പുത്രന്മാരുണ്ടാകണമെന്ന് പറയുന്നത് അവരുടെ ലൈംഗിക രസാസ്വാദനത്തിന് വേണ്ടിയല്ല. ലൈംഗിക രസാസ്വാദനം പാടില്ല എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊരു പുണ്യകർമ്മം പോലെ ചെയ്യണം. സന്തത്യുൽപാദനം ഒരു പുണ്യകർമ്മം അനുഷ്ഠിക്കുന്ന മനോഭാവത്തോടുകൂടി ചെയ്യണം. പരശുരാമൻ ഈ ദീർഘായുസ് ചോദിച്ചതിൽ ഹരി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാവുന്നതാണ്. വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ ഉണ്ടേ. അവിടെ ഒരു പതർച്ചയുണ്ട് അദ്ദേഹത്തിന്. എന്താണെന്ന് പറഞ്ഞാലും ഇത് ചെയ്യാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കൃത്യം അച്ഛൻ പറഞ്ഞിട്ടാണെങ്കിലും ചെയ്ത്. രണ്ടുപേർക്കും ഈ ഗുരുത്വത്തിൽ ആരാണ് മേലെ നിൽക്കുന്നത്? വ്യാസൻ തന്നെ പറയുന്നത് ഗുരുത്വത്തിൽ മേലെ നിൽക്കുന്നത് അമ്മയാണെന്നാണ്. അതുകൊണ്ടാണ് കൗസല്യ പറഞ്ഞു, അച്ഛൻ്റെ സത്യം പരിപാലിക്കാനാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നു അതിന് നീ പോകണ്ട, അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർന്നല്ലേ എന്ന് ചോദിച്ചു കൗസല്യ. രണ്ടും ഒക്കുമേ, ഗുരുത്വം കൊണ്ട് രണ്ടും ഒക്കുമേ എന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഗുരുത്വം കൊണ്ട് തുല്യമാണ്. വ്യാസൻ പറയുന്നത് ഒക്കില്ലെന്നാണ്. അമ്മയാണ് ഗുരുത്വത്തിൽ മേലെ നിൽക്കുന്നത് എന്നാണ്. 10 അച്ഛന്മാരുടെ ഗുരുത്വം അമ്മയ്ക്കുണ്ടെന്നാണ്. അത് ഭൃഗുസംഹിതയിലും പറയുന്നുണ്ട്, മനുസ്മൃതിയിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാഞ്ചല്യമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ഇടയിളക്കത്തിൽ നിൽക്കുകയാണ്, ഇത്തിരി ഒന്ന് ഒലഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇത് താഴെ വീണ് കിടക്കാണ്ട് രണ്ടായിട്ടേ
അമ്മ 2 കഷ്ണമായിട്ട് കഴുത്ത് വേറെ ജഡം വേറെ ആയിട്ട് കിടക്കുന്നിടത്താണ് ഈ മകൻ നിൽക്കുന്നത്. അത് എത്ര ധീരനാണെന്ന് വന്നാലും എത്ര സമുന്നതനാണെന്ന് വന്നാലും അതുകൊണ്ടൊന്നും ഉലയാതിരിക്കുകയില്ല. കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിലും അറിയാം അമ്മയെ ജീവിപ്പിക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് അറിയാം. അമ്മ ജീവിക്കും, അമ്മയോടെ മരിക്കില്ല, ഇതൊക്കെ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. എന്നാലും തലവേറെയായി. അതിന് കാരണക്കാരൻ അദ്ദേഹവുമാണ്. അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് ഇതെല്ലാം. എന്നാലും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും അതീവ മഹത്വത്തിൻ്റെ പരമമായ മാനദണ്ഡം. ഈ അമ്മയെ അറിയിക്കരുത് എന്ന വരം ചോദിക്കുന്നതിലും ഒരു കാപട്യത്തിൻ്റെ അംശമില്ല. കാപട്യത്തിൻ്റെ അല്ല, അത് അമ്മയെ അറിയിക്കരുത്. അമ്മയ്ക്ക് വേദനയായിരിക്കും. കൊന്നത് ഞാനാണെന്നുള്ളത് അമ്മ അറിയരുത്. ഇങ്ങനൊരു സംഭവം നടന്നത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവരുതെന്ന്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവരുത്. അമ്മ അറിഞ്ഞല്ലോ വാസ്തവത്തിൽ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവരുത് എന്ന് വെച്ചാൽ അത് എപ്പോഴും ഒരു ദുഃഖകാരണമായിട്ടിരിക്കും അമ്മ. ഒരു നല്ല കാര്യമാണ്. അത് ബുദ്ധിപൂർവകമായ ഒരു വര. അത് പരശുരാമനെ കാണുമ്പോഴൊക്കെ അമ്മയ്ക്ക് അതൊരു വിഷമായിരിക്കും. പരശുരാമനും വിഷമായിരിക്കും. പിന്നെ ഒന്ന്, ലോകജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും, അമാനുഷന്മാരല്ല. ഈ അവതാര പുരുഷനാണെന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണ്? മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ സാധിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതാർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ താഴത്ത് ബോധം കെട്ട് വീണ ആളുകൾ, ഇത് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മാറിയ ആളുകൾ മക്കളും ഒന്നും അസാധാരണന്മാരല്ല. അതുകൊണ്ടാണ് ഈ അസാധാരണമായ കർമ്മം അവർക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത്. ഇത് അസാധാരണമായ കർമ്മം ചെയ്യുന്നയാളാണ്. ആ അസാധാരണമായ കർമ്മം ചെയ്തു. അപ്പോൾ ദുഃഖം അനുഭവിച്ചാലും എന്ത് ചെയ്യും? അവർ അസാധാരണത്വമുള്ള കർമ്മങ്ങൾ ചെയ്യും. ആ ദുഃഖത്തെ മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു കോണിലേക്ക് അങ്ങ് മാറ്റി ഇട്ടുകളയും. അത് സന്ദർഭം വരുമ്പോൾ അവരെ ചെറുതായിട്ട് കുത്തിക്കൊണ്ടിരിക്കും. ദുഃഖത്തിൻ്റെ ഒരു മുള്ള് എപ്പോഴും ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറിക്കൊണ്ടിരിക്കും. അത് വകവയ്ക്കില്ല. അല്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ജീവിക്കില്ല. അതാണ് ഈ ശുഗൻ പോയതുപോലെ അങ്ങ് സദ്ഗതി നേടി ഉയർന്നങ്ങ് പൊക്കളയും. ഇപ്പോൾ വ്യാസനും ലോകത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ലോകത്തെ പരിഷ്കരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവർക്ക് ലോകപരിഷ്കാരത്തിൽ ഒരു താല്പര്യവുമില്ല. എന്താണ്? ലോകത്തിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് ലോകം അതിൻ്റെ ക്രമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന് ഒരു ചംക്രമണ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ചംക്രമണ വ്യവസ്ഥയുടെ പടവുകളിലൂടെ അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കും. അതിലിപ്പോൾ ഞാനായിട്ട് പരിഷ്കാരമൊന്നും വരുത്തണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പരിഷ്കരിക്കാമെന്നുള്ള മോഹം ഒരു വ്യാമോഹമല്ലേ? അതൊരു വ്യാമോഹമാണ്. പരിഷ്കരിക്കാം. ആത്യന്തികമായ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ, അന്തിമമായ വിശകലനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ അതൊരു വ്യാമോഹമാണ്. പക്ഷെ അതിന് അങ്ങനെ ശ്രമിക്കുന്നവർക്ക് എത്ര ശ്രമിച്ചെന്നാലും ഒരു കാലം കഴിയുമ്പോഴേ ആ ശ്രമം ഫലപ്പെടും. എത്ര ആളുകൾ ചേർന്ന് ശ്രമിച്ചാലും എന്താ അതുവരെ വലിക്കാത്തത്? അത് കർമ്മം ചെയ്ത് ശരിയായി വരാഞ്ഞിട്ടാണെന്ന് പറയും. ഒറ്റ കർമ്മം കൊണ്ട് ഫലിക്കുന്നതുണ്ട്, അനേകം കർമ്മങ്ങൾ കൊണ്ട് ഫലിക്കാത്തതുണ്ട്. ഇതിനൊക്കെ വ്യാഖ്യാനം കിട്ടിയില്ല വളരെ പെട്ടെന്ന് ഈ ഭൗതികവാദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബാഹ്യമായ ദൃഷ്ടിയിൽ അതിനൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. പിന്നെ എന്താണ്? മനുഷ്യൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മനുഷ്യൻ്റെ കർത്തവ്യമാണ്. മനുഷ്യനെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക എന്നത് ദാർശനികന്മാരുടെ ഉപദേശത്തിൻ്റെ ലക്ഷ്യവുമാണ്. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദിമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ, നാം ചെയ്യാനുള്ളത് നാമും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും മനുഷ്യനെ ഇരിക്കാൻ സാധ്യമല്ല എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്. മനുഷ്യനെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളത്. ഉറക്കത്തിലെ കർമ്മമാണ് സ്വപ്നം. ഇപ്പോൾ മനുഷ്യനെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, കർമ്മം ചെയ്യാത്തൊരവസ്ഥയില്ല. അത് പരാർത്ഥമായി ചെയ്യുമ്പോൾ അയാൾ ഉത്കൃഷ്ട പുരുഷനായി മാറും. ഇതാണ് സങ്കല്പം. പരശുരാമൻ ഇത് കഴിഞ്ഞ് എന്തായാലും സന്തുഷ്ടനായി മാതാവിനോടും സഹോദരന്മാരോടും പിതാവിനോടും കൂടി തന്നെ അവരുടെ ആശ്രമജീവിതം തുടർന്ന് നടന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കാർത്തവീര്യാർജുനൻ, കാട്ടിൽ ഭാര്യ 1000 കൈകളാണ്, 1000 കൈകളുള്ള കാർത്തവീര്യാർജുനൻ കാട്ടിൽ നായാട്ടിന് വന്ന കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആശ്രമത്തിൽ കയറി ആരുടെ ആശ്രമമാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നല്ല പശുക്കുട്ടികൾ അവിടെ നിൽക്കുന്നു.
പറഞ്ഞതിലൊന്നിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. രേണുക പറഞ്ഞു, അതോടെ മഹർഷിയില്ല, അദ്ദേഹം വന്ന് ചോദിച്ചിട്ട് അങ്ങേക്ക് കൊണ്ടുപോകാം, അല്ലാതെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. എനിക്കത് തരാനുള്ള അർഹതയില്ല, ഞാനല്ല അതിൻ്റെ അധികാരി, അദ്ദേഹം വന്ന് ചോദിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി. പരശുരാമൻ വന്നപ്പോൾ അമ്മ സങ്കടത്തോടുകൂടി ആ വിവരം പറഞ്ഞു. മറ്റേ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഒന്നും ഗവനിക്കില്ല, അദ്ദേഹം അതൊട്ട് ഗവനിച്ചുമില്ല. അപ്പോൾ പരശുരാമൻ അതിൽ അനുവാദമില്ലാതെ കൊണ്ടുപോയി എന്നതാണ്. അന്യൻ്റെ മുതൽ അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നവൻ ചോരനാണ്, കള്ളനാണ്, സ്തേനനാണ്. അസ്തേയം രാജാക്കന്മാർക്ക് വേണമെന്നാണ് നിയമം. അസ്തേയം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുകയും അനുവാദമില്ല അതെ എടുക്കാതിരിക്കുകയുമാണ് അസ്തേയം. അപരിഗ്രഹവും അസ്തേയവും രണ്ടാണ്. ശരിയാ. മറ്റേ മോഷണമാണ്. മോഷണമാണ് അസ്തേയം. കനകസ്തേയി, സ്വർണ്ണക്കള്ളൻ അല്ലേ? അപ്പോൾ അസ്തേയം പരിപാലിക്കാൻ സ്വയം പരിപാലിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള ആളുകളെല്ലാം പരിപാലിക്കണമെന്ന് നിർബന്ധിക്കുകയും അങ്ങനെ പരിപാലിച്ചില്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്യേണ്ടുന്ന രാജാവ് തന്നെ അസ്തേയം ചെയ്യുക. മോഷണത്തിന് ശിക്ഷിക്കേണ്ടുന്നവൻ തന്നെ മോഷണം നടത്തുക. അത് വലിയ അധർമ്മമായിട്ട് പരശുരാമന് തോന്നി. നേരെ പോയി കാർത്തവീര്യാർജുനൻ്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ പോയി കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളും അറുത്ത് കളഞ്ഞിട്ട് അവനെ കൊന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. ഇത് ഭാരതവർഷത്തിൽ എല്ലായിടത്തും ഇത് വളരെ പെട്ടെന്ന് വ്യാപിച്ചു ഈ പ്രവർത്തനം. ഇതിൽ ക്ഷത്രിയന്മാരെല്ലാവരും ക്ഷുഭിതരായി. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്മാർ ചെയ്യുന്നത് പോലെ കൊട്ടാരത്തിൽ കയറി ആക്രമിച്ച രാജാക്കന്മാർക്കാണെങ്കിൽ ആക്രമിക്കാം, അതിനൊരു ചെറിയ അനുവാദമുണ്ട്. ആക്രമിച്ച് വളരെ പ്രസിദ്ധനും പ്രഗത്ഭനുമായിരുന്ന യുദ്ധ വിദഗ്ധനുമായിരുന്ന 1000 കൈകളുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൈകൾ കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കൊന്നു. ക്ഷത്രിയന്മാരെല്ലാം ക്ഷോഭിച്ച് ഇളകി. ഇടയ്ക്കൊരു ചോദ്യം, ഈ 1000 കൈ അറക്കേണ്ട ആവശ്യമുണ്ടോ കൊന്നിരുന്നെങ്കിൽ? ഇല്ല, അത് ഈ ശിക്ഷയുടെ ക്രൂരത വർദ്ധിപ്പിക്കാനാണ്. കൊന്നാൽ അവൻ മരിച്ചു പോകുന്ന ശാഖകളെല്ലാം വെട്ടിയിട്ട് മരം മുറിക്കുന്നത് പോലെയാണ്. വെറുതെ മരിച്ചു പോയത് മാത്രമേ ഉള്ളൂ ശരി അങ്ങനെ വന്നാൽ. അപ്പം ഇത് കൈ മുറിക്കുമ്പോൾ ആൾ മരിച്ചിട്ടില്ല. അപ്പം കൈ മുറിക്കുന്നു എന്നുള്ള വിവരം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൈ അരിയുമ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമൊന്നും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നടപ്പില്ല. അതൊക്കെ അദ്ദേഹത്തിന് വളരെ നിസ്സാരമാണ്. ഒരു യുദ്ധവും അദ്ദേഹത്തിൽ ഏൽക്കുകയില്ല. അതെല്ലാം ആയുധങ്ങൾ കൊണ്ട് തടഞ്ഞ് അവനെ പിടിച്ചെടുത്ത് കൈകൾ ഓരോന്നായിട്ട് വെട്ടിക്കളഞ്ഞു. 1000 കൈകളും കളഞ്ഞു. അപ്പോൾ ഈ 1000 കൈ മുറിയുന്ന വേദനയും അതിൻ്റെ ദുരിതവും അതിൻ്റെ ഒരു ദുഃഖവും അതിൻ്റെ ദീനതയും പരാജയ ബോധവും ഒറ്റക്കുത്തിനെ വന്നു കളഞ്ഞാൽ ഇതൊന്നുമില്ല. ചെറിയ വേദനയുള്ള ആൾ മരിച്ചുപോയി. ഇവിടെ അതല്ല, സഹിക്കാൻ വയ്യാത്ത അരുന്ധതമായ വേദനയ്ക്ക് പാത്രീഭൂതനാക്കിയിട്ട് കൊന്നു. അതാണ് എല്ലാവർക്കും അത്രയ്ക്ക് രോഷം ഇളകിയത്. രാജാക്കന്മാരായ രാജാക്കന്മാരും ക്ഷത്രിയന്മാരുമൊക്കെ രോഷത്തിൽ ജ്വലിക്കാനുണ്ടായ കാരണം ഈ കൊല നടത്തിയ രീതിയിലാണ്. അത് ചെയ്യുന്നയാളാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷത്തിൻ്റെ സവിശേഷത. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മക്കൾ വന്ന് ജമദഗ്നിയെ വെട്ടിക്കൊന്നു. ഇദ്ദേഹം വെറുതെ ഇരിക്കാൻ വെട്ടിക്കൊല്ലാൻ നേരത്തെ ഓടിക്കളയാം, എതിർക്കാം, വലിയ ശാരീരിക ശേഷിയുള്ള ആളാണ്, ശപിക്കാം, ഒന്നും ചെയ്തില്ല. അതാണ് ശാന്തനായ മകൻ. ബ്രഹ്മസ്വഭാവമുള്ള അല്ലെങ്കിൽ ബ്രാഹ്മസ്വഭാവമുള്ള മകനുണ്ടാകും എന്ന് പറഞ്ഞ് ഭൃഗു അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹം കരുതുന്ന അടുക്കലില്ല, മനുഷ്യന് മരിക്കേണ്ടി വരും, ഇങ്ങനെ തലയെടുത്തിട്ട് എന്നെ കൊല്ലുകയാണെങ്കിൽ അങ്ങനെ മരിക്കട്ടെ. ഇദ്ദേഹം യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ തലവേർപെട്ട് കിടക്കുന്നു. അപ്പോഴാണ് ഇവരുടെ ഈ ക്ഷത്രിയന്മാരെല്ലാവരും കൂടി ഇങ്ങനെ ക്ഷോഭിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇരുന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഭരണം മുഴുവനും സ്വാർത്ഥമായ ഭരണമാണ് ഈ ക്ഷത്രിയന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വാർത്ഥന്മാരായ ക്ഷത്രിയന്മാരെ എല്ലാവരും അതുകൊണ്ട് ഒതുക്കി കളയാം. ഇടയ്ക്കൊന്നും ചോദിക്കട്ടെ, അപ്പം ജമദഗ്നിയെ ജീവിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല? ഉണ്ട്. ചെയ്തു? അങ്ങനെ ഇല്ല, ചെയ്തില്ല. എന്താ ചെയ്യാൻ? ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ അറുതി ഉണ്ടാകും.
അത് ശരി. ആ ആയുസിൻ്റെ അറുതിക്കാണ് അയാൾ ശരീരം വിട്ടു പോകുന്നതെങ്കിൽ പിന്നെ അവിടെ അത് ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ജീവിപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല. ഭീഷ്മരെയും അദ്ദേഹത്തിന് കൊല്ലാം. ഭീഷ്മരുടേതായ രീതിയിൽ നിന്നുകൊണ്ടുള്ള യുദ്ധമാണ് അദ്ദേഹം ചെയ്തത്. ദിവ്യായുധങ്ങൾ പ്രയോഗിച്ച് കൊന്നുകളയാം. സാധാരണ ദിവ്യായുധങ്ങളല്ല, അത്യപൂർവമായ ദിവ്യായുധങ്ങളുണ്ട്. അത് ഉപയോഗിച്ചാൽ ഭീഷ്മർ പോകും. അത് ചെയ്യില്ല. തനി മാനുഷമായ യുദ്ധമാണ്. അങ്ങനെ ചെയ്താൽ അത് അധർമ്മമാകും. അധർമ്മം പ്രയോഗിക്കില്ല. ചിലത് അധർമ്മമാണെന്ന് നാം തെറ്റിദ്ധരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ദാർശനിക തലങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ ന്യൂനത കൊണ്ട് ചിലത് നാം തെറ്റിദ്ധരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നാണ് 21 പ്രാവശ്യം അങ്ങനെ ചുറ്റി നടന്ന് അധാർമികന്മാരായ ക്ഷത്രിയന്മാരെയെല്ലാം, ക്ഷത്രിയ രാജാക്കന്മാരെയെല്ലാം കൊന്നൊടുക്കിയിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരെല്ലാം ഗർഭവതികളാണ്. അപ്പോൾ അവർ പ്രസവിക്കണം. പ്രസവിച്ചു കഴിഞ്ഞിട്ട് അതാ ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യേണ്ടി വന്നതേ. ആ കുഞ്ഞുങ്ങളെ പിന്നീട് കുരുക്ഷേത്രം എന്ന പേരായ ആ ഒരു തടാകം, സമന്തപഞ്ചകം. സമന്തപഞ്ചകത്തിൽ 5 കുളങ്ങളുണ്ടാക്കിയിട്ട് ആ 5 കുളങ്ങളിലേക്ക് വെട്ടി രക്തമൊഴിച്ചു. ഇതും സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. 2-3 പേരെയൊക്കെ വെട്ടി രക്തം ഒഴിക്കാൻ സാധിക്കും. അത് കഴിയുമ്പോഴേക്കും സ്വയം അവശനായി പോകും. രക്തം കണ്ട് അവശനായി പോകും, മടുത്തു പോകും. രക്തത്തിൻ്റെ ഉളുപ്പ് മണം വന്നിട്ട് സ്വയം ആയുധം താഴെ ഇടുന്ന സ്ഥിതി വരും. അങ്ങനെ സ്വയം ആയുധം താഴെ ഇടുന്ന സ്ഥിതി അദ്ദേഹത്തിനുണ്ടായില്ല. അത്രയും പേരെയും 21 പ്രാവശ്യവും നടന്ന് ഈ പിടിക്കേണ്ടവരെല്ലാം പിടിച്ച് ഒടുവിൽ പോയവരെയും എല്ലാം പിടിച്ച് കൊന്ന് 5 കുളങ്ങളുണ്ടാക്കി. ആ 5 കുളങ്ങളിൽ ഇതിൻ്റെ പാപം പോകുന്നതിന് വേണ്ടി അദ്ദേഹം അന്നത്തെ വിധിപ്രകാരമുള്ള ബലിതർപ്പണങ്ങൾ ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവചരിതം എന്ന് പറഞ്ഞുകൊണ്ട് അകൃതവർണ്ണൻ ആ സ്ഥലത്തായിരിക്കും, അകൃതവർണ്ണൻ പറഞ്ഞു കൊടുത്തു, ആ സ്ഥലത്തായിരിക്കും ഇനി നിങ്ങൾ തമ്മിലുള്ള അതായത് കൗരവ പാണ്ഡവ യുദ്ധം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമ ചരിതം അദ്ദേഹം സമാപിപ്പിച്ചു.